ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. 2 സങ്കീർത്തനം 12 വാക്യം ഇപ്രകാരമാണ്: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചോദിപ്പീൻ. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Kiss his son before he gets angry and you perish from the way. Blessed are those who take refuge in him. 1 സങ്കീർത്തനത്തിൽ ഭാഗ്യവാന്മാരെ പറ്റി നാം കേട്ടു. കർത്താവിൻ്റെ ന്യായപ്രമാണം ആചരിക്കുന്നവർ അവരുടെ വഴി യഹോവ അറിയുന്നു. എന്നാൽ 2 സങ്കീർത്തനം അവസാനിക്കുന്നിടത്ത് പറഞ്ഞു നിർത്തുന്നത് ഇപ്രകാരമാണ്: ദൈവപുത്രൻ ആരാണോ അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങി യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ ക്രിസ്തു സാക്ഷ്യത്തെപ്പറ്റി കൃത്യമായി അവതരിപ്പിക്കുന്ന 2 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്: നാം ഭാഗ്യവാന്മാരായി തീരുന്നത് ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുമ്പോഴാണ്. സങ്കീർത്തനത്തിൽ ഉടനീളം ജാതികൾ കലഹിക്കുന്നത്, അവരുടെ ഗൂഢാലോചനകൾ, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത്, ഒത്തിരി പദ്ധതികൾ യഹോവയ്ക്കും യഹോവയുടെ അഭിഷേകത്തിനുമെതിരായി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ദൈവമക്കൾക്കെതിരായി നമ്മുടെ ജീവിതയാത്രകളിൽ പലരും പല ചിന്തകളും ആലോചനകളും ഗൂഢാലോചനകളും ഒക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ ദൈവത്തിൽ ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ജീവിത യാത്രകളിൽ നശിച്ചു പോകാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ വഴി നടത്തട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം, അവനെ ചുംബിക്കാം, അവനിൽ നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കാം. നമ്മൾ ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് എത്തിച്ചേരട്ടെ.